നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് എനിക്കറിയില്ലേ? അതുപോലെ സന്ധ്യ ആവുന്നതിന് മുമ്പ് തിരിച്ചു വരണമെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ? നമ്മുടെ സമയം നോക്കിയല്ല സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഇല്ലെങ്കിൽ പറയണമായിരുന്നു, സൂര്യഭഗവാനെ ഞാൻ വീട്ടിൽ കയറിയിട്ടേ നീ അസ്തമിക്കാവൂന്ന്. എന്തു പറഞ്ഞാലും തർക്കുത്തരം നിന്റെ നാവുന്ന് വരുള്ളൂ. എവിടെയായിരുന്നടി ഇത്ര നേരം? അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ ഈ നാട് വിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. സുരഭിയും ഞാനും കൂടി കൊച്ചമ്പലത്തിലിരുന്ന് മാല കെട്ടുമായിരുന്നു. അതിനിടയ്ക്ക് ഞാനിവിടെ വന്നിരുന്നു. അപ്പൊ അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അമ്മ എവിടെ പോയതായിരുന്നു? ഞാൻ അച്ചാറ് കൊടുത്തതിന്റെ പൈസ വാങ്ങിക്കാൻ പോയതാ. അത് ആരോട് പറഞ്ഞിട്ടാ പോയത്? ആ പറഞ്ഞിട്ട് പോവാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഓ ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഞാൻ പൈസ വാങ്ങിക്കാൻ പോയപ്പോ എന്റെ പണക്കൊടുക്കയിൽ ഒരു 150 രൂപയുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അതിൽ നിന്നും 50 രൂപ കുറഞ്ഞിരിക്കുന്നു. അതാരാ എടുത്തേ? നീ ഇതിനിടയ്ക്ക് ഇവിടെ വന്നു പറയുന്നു. സത്യം പറയടി, ആ പൈസ നീ എടുത്തല്ലേ? ആ കണ്ടോ കണ്ടോ, കള്ളം പിടിക്കപ്പെട്ടപ്പോ അവളുടെ മിണ്ടാട്ടം മുട്ടിയത് കണ്ടോ? വന്ന് വന്ന് നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? പണക്കൊടുക്കേന്ന് 50 രൂപ എടുക്കുന്നത് ATM-ന്ന് പൈസ എടുക്കുന്ന പോലെ ഉള്ളൂ. അതെങ്ങനെ മോഷണാവുന്നേ? ഒരു കൈ വായ്പ. എന്റെ കയ്യില് കാശ് വരുമ്പോ ഞാനതങ്ങ് തിരിച്ചു തന്നേക്കാം. അയ്യോ, വലിയൊരു ഔദാരിയായി പോയി. അതിരിക്കട്ടെ, നിനക്ക് എന്തിനായിരുന്നു ഇപ്പൊ 50 രൂപ? ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യമാണെന്നാ ഞാൻ ചോദിച്ചേ? എനിക്ക് ചേച്ചിയെ ഒന്ന് വിളിക്കണമായിരുന്നു. സുരഭിയുടെ ഫോൺ ചാർജ് ചെയ്ത് കൊടുത്താലേ വിളിക്കാൻ പറ്റൂന്ന് പറഞ്ഞു. അതിനാ പൈസ എടുത്തത്. എന്നിട്ട് പാറുവിനെ വിളിച്ചോ നീ? അവൾ എന്താ പറഞ്ഞേ? സുഖല്ലേ അവൾക്ക്? മോള് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു സ്നേഹം. ചേച്ചി അവിടെ ഇല്ലായിരുന്നു, പോലീസ് സ്റ്റേഷനിലാണെന്ന് വിപിൻ സാർ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലോ? എന്റെ ദേവി, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അവളെ എന്തിനു പോലീസ് പിടിച്ചത്? പിടിച്ചതല്ല, പിടിപ്പിച്ചതാ. അവിടെ ജാസ്മിൻ എന്ന പേരുള്ള ഒരു പണക്കാരി ചേച്ചിയുണ്ട്. അവരെ ഏതാണ്ട് പറഞ്ഞു. അവര് കൊണ്ടുപോയി കേസ് കൊടുത്തു. പേടിക്കാനൊന്നുമില്ല, വിശാലേട്ടൻ പോയി ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ പറയുന്നത്, പണം കയ്യിലുണ്ടെങ്കിൽ കേസുമില്ല, കോടതിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.